നമുക്ക് എക്സാമിൽ വരാൻ സാധ്യതയുള്ള 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇതേ രീതി തന്നെയായിരിക്കും നമുക്ക് മോഡൽ എക്സാമിനും വരുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീട്ടിൽ നിന്നൊന്ന് ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം വീഡിയോ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. മണ്ണിൽ നിന്നു പിറന്നവർ, മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ ഏതാണ്? അശ്വമേധം എന്നുള്ള പാഠമാണ്. ആരെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്? തൊഴിലാളികളെ അല്ലെങ്കിൽ കർഷകരെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൂർവികരെ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് പഴയ കാലത്ത്. ആ പൂർവികരിൽ നിന്നും കർഷകർക്കാണ് അല്ലെങ്കിൽ തൊഴിലാളികൾക്കാണ് ആ അറിവ് കൈമാറി കിട്ടുന്നത്. അവരിൽ നിന്നാണ് തനിക്ക് എന്താണ് ഈ ഒരു അറിവ് അല്ലെങ്കിൽ കഴിവ് എന്താണ് കൈമാറി കിട്ടിയത് എന്നാണ് ആര്? വയലാർ അല്ലെ പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം ഏതായിരുന്നു? ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ. തന്നിരിക്കുന്ന വരികളിലെ ഭാവം എന്താണ്? എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? കോപം, അധികാരമോഹം, ആത്മവിശ്വാസം, ഭയം. എന്റെ കുതിരയെ കെട്ടാൻ ആർക്കും പറ്റില്ല എന്നത് എന്താണ്? ആത്മവിശ്വാസമാണ്, കോൺഫിഡൻസ് ആണ് അല്ലെ. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിഗ്രഹാർത്ഥം എഴുതുക. കാട്ടുചോല എങ്ങനെയാണ്? കാട്ടിലെ ചോലയാണ് എന്ത്? കാട്ടുചോല. അങ്ങനെയാണെങ്കിൽ പുൽത്തണ്ട്, പുല്ലിന്റെ തണ്ടാണ് എന്ത്? പുല്ലിന്റെ തണ്ടാണ് എന്ത്? പുൽത്തണ്ട്. അടുത്ത ചോദ്യം നോക്കിയേ. അശ്വമേധത്തിനായി കവി വിട്ടയക്കുന്ന കുതിര എന്തിന്റെ പ്രതീകമാണ്? അധ്വാനത്തിന്റെ, സംഘശക്തിയുടെ, സർഗശക്തിയുടെ, യാഗത്തിന്റെ. നമുക്ക് സംശയമില്ലാതെ പറയാം അതേതാണ്? സർഗശക്തിയുടേതാണ് അല്ലെ, ക്രിയേറ്റിവിറ്റിയുടേതാണ്. അടുത്തൊരു ചോദ്യം നോക്കിയേ. അതെല്ലാം എരിവും പുളിയും. ഇത്തരത്തിലുള്ള അണ്ടർലൈൻ ചേർത്തിട്ടുള്ള വാക്കുകളുടെ ആശയം ചോദിക്കും 2 മാർക്കിന് കേട്ടോ. അതെല്ലാം എരിവും പുളിയും ചേർത്ത് പകർത്തി അയച്ച ആ സ്കൂൾ കുട്ടിയാണ് തന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ആ മാന്യൻ അറിയുന്നില്ല. അടിവരയിട്ട പ്രയോഗത്തിന്റെ അർത്ഥവ്യാപ്തി കണ്ടെത്തുക. എരിവും പുളിയും ചേർത്ത് എഴുതുക എന്ന് വെച്ചാൽ എന്താണ്? അതായത് അമ്മ പറഞ്ഞത് കൂടാതെ സ്വന്തം വകയായിട്ട് ആ മകന്റെ മനസ്സിലാക്കാൻ ചില വാചകങ്ങൾ കൂടി അല്ലെ കൂട്ടിപ്പറഞ്ഞതിനെയാണ് എരിവും പുളിയും ചേർത്ത് എഴുതുക. 2 മാർക്കിന്റെ ചോദ്യമാണ്. 2ഓ 3ഓ പോയിന്റ് ആക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. അടുത്തൊരു ചോദ്യം നോക്കിയേ. എനിക്കപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാക്കുക. എന്താണ്? അർത്ഥവ്യത്യാസം വരാതെ, അർത്ഥം മാറരുതേ. എനിക്കപ്പോൾ സഹതാപവും തുടർന്നുകൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു. എനിക്ക് സഹതാപവും എനിക്കപ്പോൾ സഹതാപം വന്നു, തുടർന്ന് ഉള്ളിൽ ചിരി വന്നു. ഇങ്ങനെ നിങ്ങൾ എഴുതിയാൽ മതി. എനിക്കപ്പോൾ സഹതാപവും വേണ്ട, എനിക്കപ്പോൾ സഹതാപം വന്നു എന്നാക്കുക. എന്നിട്ട് എന്താണ്? ശേഷം ഉള്ളിൽ ചിരിയും വന്നു എന്ന് മതി. ശേഷം ചിരി വന്നു എന്ന് എഴുതിയാലും തെറ്റില്ല. ആശയം മാറരുത്, കൃത്യമായിട്ട് ആ ആശയമായിരിക്കണം. തുടർന്ന് കൊണ്ട് ഉള്ളിൽ ചിരിയും വന്നു എന്ന് എഴുതാം, തുടർന്ന് ഉള്ളിൽ ചിരി വന്നു എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. അക്ഷന്തവ്യമായ കൃതജ്ഞതയോടെ പെരുമാറിയ തന്റെ പുത്രനോട് ആ തള്ളയ്ക്ക് ഒട്ടും വിദ്വേഷമില്ലായിരുന്നു. ഏതാ പാഠഭാഗം? ഞാൻ കഥാകാരനായ കഥ. ഈ വരികളുടെ ആശയം ചുവടെ ചേർക്കുന്നവയിൽ ഏതാണ്? അമ്മയ്ക്ക് മകനോട് ദേഷ്യമായിരുന്നു, സ്നേഹമായിരുന്നു, സഹതാപമായിരുന്നു, പുച്ഛമായിരുന്നു. അമ്മയ്ക്ക് മകനോടുള്ളത് എന്താണ്? സ്നേഹം മാത്രമാണ്. അപ്പോൾ എൻ്റെ അഭിമാനം ഉച്ചകോടിയിൽ എത്തിപ്പോയി. ഇവിടെ തെളിയുന്ന മനോഭാവം എന്താണ്? എൻ്റെ അഭിമാനം ഉച്ചകോടിയിൽ എത്തിപ്പോയി. ഞാൻ കഥാകാരനായ കഥയാണ്. ഏതാണ്? എഴുത്തുകാരനായതിലുള്ള സന്തോഷം, വൃദ്ധയുടെ മകനെ നന്മയിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം. ഏതാണ്? വൃദ്ധയുടെ മകനെ നന്മയിലേക്ക് നയിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനമാണ് അല്ലെ. അതാണ് തൻ്റെ എഴുത്തിലൂടെ ഒരാളെ നല്ല വഴിയിലേക്ക് എത്തിക്കാൻ പറ്റി എന്നതിലുള്ള അഭിമാനമാണ്. അവർ പറഞ്ഞതെല്ലാം പാകപ്പെടുത്തി സ്വന്തം വകയായി ചില സരസ്വതി വിലാസങ്ങളും ചേർത്ത് ഞാൻ ആ മടയനായിട്ടുള്ള മകന് തുടരെ കത്തെഴുതി. ഇതിപ്പോ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത ഒരു ചോദ്യമാണ്. സരസ്വതി വിലാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കണ്ടോ, ഇവിടെ കൊടുത്തതുപോലെ നിങ്ങൾ 2ഓ 3ഓ പോയിന്റ് എഴുതിയാൽ മതി 2 മാർക്കിന്. വിശദീകരിച്ച് എന്താണ് ഒരു ഇത്ര പാരഗ്രാഫ് ഒന്നും എഴുതണ്ട, കൃത്യമായിട്ട് അതിനുള്ള ഒരു 2ഓ 3ഓ ഉത്തരം. ഇവിടെ നോക്കിയേ. ഹൃദയസ്പർശമായിട്ടുള്ള അവതരണവും സാഹിത്യത്തിന്റെ ധർമ്മത്തെയുമാണ്, അല്ലെങ്കിൽ എന്താണ് കൃത്യമായിട്ട് വാക്ക് കൃത്യസമയത്ത് ഉച്ചരിക്കാൻ കഴിയുന്നതിനെയാണ് സരസ്വതി വിലാസം എന്ന് പറയുന്നത്. ആ മകന് കൃത്യമായിട്ട് ആ മകന്റെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് എഴുതാൻ പറ്റിയതിനെയാണ് സരസ്വതി വിലാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു 2ഓ 3ഓ പോയിന്റ് നിങ്ങൾ ഉത്തരം എഴുതി തീർത്തോളണം. ഇതൊക്കെ ഒന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണേ.
അപ്പം ഈ രീതിക്കായിരിക്കും ചോദ്യങ്ങൾ വരിക. ഒന്ന് നമുക്ക് പിരിച്ചെഴുത്ത് വരും, രണ്ടാമത്തേത് ഇതേപോലെ ഭാവങ്ങൾ തന്നിട്ട് ഏത് ഭാവാന്ന് ചോദിക്കും, പിന്നെ അതുപോലെ തന്നെ 2 വാക്കുകൾ തന്നിട്ട് അർത്ഥവ്യത്യാസം ചോദിക്കും, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റവാക്യമാക്കുക എന്ന് പറയുന്ന ചോദ്യം വരും. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ലൈവിൽ എന്താണ് ഡിസ്കസ് ചെയ്യണം. ഇതൊന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ഗൈസ്.